കുറേയധികം ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉള്ള ആളുകൾക്കുള്ള ചില പ്രശ്നങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കുറേയധികം ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം തുക ഇൻട്രസ്റ്റ് രൂപത്തിൽ വരും. പണ്ടൊക്കെ ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ്, അതായത് ഇപ്പൊ കോപ്പറേറ്റീവ് ബാങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെറുകിട ബാങ്കിലോ ഒക്കെ നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് വരുന്നത് കാര്യമായിട്ട് ആരും അറിയായിരുന്നില്ല. പക്ഷെ ഇന്ന് അതല്ല. മിക്കവാറും എല്ലാ സിസ്റ്റങ്ങളും, ഫിനാൻഷ്യൽ സിസ്റ്റങ്ങളെല്ലാം തന്നെ പരസ്പരം കണക്റ്റഡ് ആണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു കാലയളവാണ്. പണ്ടൊക്കെ 10 ലക്ഷം മുതൽ കൂടുതലൊക്കെയുള്ള നിക്ഷേപങ്ങളൊക്കെ ആണ് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ എന്നുള്ള രീതിയിൽ ബാങ്കുകളോ മറ്റുള്ള സംവിധാനങ്ങളോ ഒക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എല്ലാ ട്രാൻസാക്ഷനുകളും നമ്മുടെ പാൻ നമ്പറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും, അത് ബാങ്കിൽ നിന്നുള്ളതാവട്ടെ, പോസ്റ്റ് ഓഫീസിൽ നിന്നുള്ളതാവട്ടെ, ട്രഷറിയിൽ നിന്നുള്ളതാവട്ടെ, സ്മോൾ ഫിനാൻസ് ബാങ്കിൽ നിന്നുള്ളതാവട്ടെ, ഈവൻ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്നുള്ളത് പോലും പീരിയോഡിക്കലി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിക്ലറേഷൻ എന്നുള്ള രീതിയിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്, മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ലാഭങ്ങൾ, ഡിവിഡൻഡുകൾ, സ്റ്റോക്കിൽ നിന്നുള്ള ഡിവിഡൻഡ്, നമ്മൾ സ്റ്റോക്ക് പിൻവലിക്കുമ്പോൾ കിട്ടുന്ന ലാഭം, സ്ഥലം വാങ്ങുമ്പോൾ വന്നിട്ടുള്ള ചെലവുകൾ, സ്ഥലം വിൽക്കുമ്പോൾ വന്നിട്ടുള്ള ലാഭം, സ്വർണം വാങ്ങുമ്പോൾ വന്നിട്ടുള്ള ചെലവുകൾ, സ്വർണം വിൽക്കുമ്പോൾ വന്നിട്ടുള്ള ലാഭം, അങ്ങനെ എന്തൊക്കെ പൈസ കിട്ടുന്ന ട്രാൻസാക്ഷനുകളുണ്ടോ എല്ലാം ഇൻകം ടാക്സിന്റെ AIS എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടിൽ അവൈലബിൾ ആണ്. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻകം ടാക്സ് പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ട് AIS എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ട്രാൻസാക്ഷൻസും ഇതുപോലെ ട്രാക്ക് ചെയ്തിട്ടുള്ളതാണ് കാണാം. അതുകൊണ്ട് കൂടുതൽ നിക്ഷേപങ്ങളുള്ള ആളുകൾ, കൂടുതൽ പലിശ കിട്ടുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അങ്ങനെ ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കൊല്ലമൊക്കെ നിങ്ങൾ രക്ഷപ്പെട്ടേക്കാം. അടുത്ത കൊല്ലം ഇതുവരെ അടയ്ക്കാതിരുന്ന എല്ലാ ഇൻകം ടാക്സിന്റെയും നോട്ടീസുകൾ ഒരുമിച്ച് വരികയും വലിയ ഫൈനും വലിയ പലിശയും കൊടുക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ടാക്സ് കൊടുക്കുക, നമ്മൾക്ക് കിട്ടുന്ന ലാഭങ്ങൾക്ക് കൃത്യമായിട്ട് ടാക്സ് കൊടുക്കുക എന്നുള്ളത് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സിറ്റിസൺ എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പിടിക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഓരോ വർഷം കഴിയുന്തോറും ഇംപ്രൂവ് ആയി വരികയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ നിങ്ങൾ പാൻ നമ്പർ നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 40,000 രൂപയിൽ കൂടുതൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും TDS നിങ്ങളുടെ ടാക്സ് അവർ ഡിഡക്ട് ചെയ്യുന്നുണ്ടാവും. ഇനി അങ്ങനെ TDS ഡിഡക്ട് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു എമൗണ്ട് ഇല്ല, നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ട ഒരാളാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഫോം 15G ഫോം 15H നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൊടുത്താലും ഇല്ലെങ്കിലും ഈ ഇൻഫർമേഷനെല്ലാം ഇൻകം ടാക്സിലെ AIS എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ റിഫ്ലക്ട് ആവുന്നതുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആകുമ്പോൾ, അതായത് മാർച്ച് 31-ാം തീയതി തീരുമ്പോൾ ആ വർഷം ഉണ്ടായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനുകളും ക്രോഡീകരിച്ച് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ ടാക്സ് നോട്ടീസുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ടാക്സ് കൊടുക്കേണ്ട ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടാക്സ് അടയ്ക്കുക. ഈ എന്തുമാത്രം ടാക്സ് കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ നിങ്ങൾക്ക് ഇൻകം ടാക്സ് പോർട്ടലിൽ നിങ്ങൾക്ക് സൗകര്യമുണ്ട്. അപ്പോ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഇട്ടവർ ഒരിക്കലും ടാക്സ് കൊടുക്കേണ്ടി വരില്ല എന്നുള്ളത് പണ്ടത്തെ വിദ്യാധാരണയാണ്. അതെല്ലാം പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി മനസ്സിലാക്കി കൃത്യമായിട്ട് ടാക്സ് ഫയൽ ചെയ്ത് ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആവുക. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും ഡയറക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരോട് ഷെയർ ചെയ്യാനും മറക്കരുത്.